നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തം. ദില്ലിയിലെത്തിയ എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നത്തെ CPM, നാളത്തെ BJP എന്ന് ഡീൻ കുര്യാക്കോസ് MP. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ ഇരുവരുടെയും പെരുമാറ്റം പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും. കാലിന്റെ പരിക്ക് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ദിവസം. കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 47%. ഇത്തവണ വേനൽ മഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനവും പ്രതിസന്ധിയിലാകും. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അടിമാലി മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്ന് കണ്ടെത്തൽ. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ. CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമാകുന്നു. ദില്ലിയിലെത്തി എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് BJP-യിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഇപ്പോൾ വീണ്ടും ശക്തമായത്. ദില്ലിയിൽ പ്രകാശ് ജാവദേക്കറുടെ വസതിയിലെത്തിയാണ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെയുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ ദില്ലിയിൽ തുടരുകയാണ്. 20 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ദില്ലിയിലുണ്ട്. കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച നടത്തുന്നുണ്ട്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാക്കുകയെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. BJP-യുടെ കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള നേതാവാണ് പ്രകാശ് ജാവദേക്കർ. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ BJP സ്വീകരിക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്ത മുതിർന്ന നേതാവാണ് രാജ്യസഭാ MP കൂടിയായ പ്രകാശ് ജാവദേക്കർ. നേരത്തെ BJP-യിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ LDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന CPM നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. ഇതോടെ BJP-യിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമമായിരുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് രാജേന്ദ്രൻ പക്ഷേ പാർട്ടി അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലെ മുതിർന്ന CPM നേതാവും MLA-യുമായ M മണിയും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടിയിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത്. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. പ്രാദേശികമായ നേതൃസ്ഥാനം അടക്കമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ നിബന്ധനകളിൽ എന്തെല്ലാം ധാരണ ഉണ്ടായിട്ടുണ്ടെന്നത് വ്യക്തമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP-യിലേക്കെന്ന സൂചന എസ് രാജേന്ദ്രൻ തന്നെ നൽകുകയായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹവുമായി ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറായത്. എസ് രാജേന്ദ്രന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഡീൻ കുര്യാക്കോസ് MP. രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം CPM-ലേക്ക് മടങ്ങിയെത്തിയെന്നാണ് കേട്ടത്. ഇപ്പോൾ കേൾക്കുന്നത് BJP-യിലേക്ക് പോയെന്ന്. ഇതിനർത്ഥം ഇന്നത്തെ CPM, നാളത്തെ BJP ആണെന്നാണ്. BJP ഒരു പാർട്ടിയെ മുഴുവനായി വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് CPM-നെയാണ്. ബംഗാളിലും ത്രിപുരയിലും അതാണ് കണ്ടത്. കേരളത്തിലും ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ സ്വീകരിച്ച M മണി അടക്കമുള്ളവർ മറുപടി പറയണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് CPM-ൽ മടങ്ങിയെത്തി എന്നുള്ള വാർത്ത കേട്ടത്. ഇപ്പോൾ കേൾക്കുന്നു BJP-യിൽ പോയെന്ന്. ഇന്ന് CPM ആണെങ്കിൽ നാളെ BJP ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മതേതരത്വ ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തരം കൊള്ളരുതായ്മകളും നമ്മുടെ എല്ലാം മുൻപിലുണ്ട്. ജനാധിപത്യത്തെ അവർ തമസ്കരിക്കുകയാണ്, ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ CPIM ഈ അടുത്ത നാളിൽ വല്ലാതെ വാചോടോപം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവർക്കെല്ലാം ഭദ്രമാണ്, അവരുടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ്,
CPM ആയി കഴിഞ്ഞാൽ പിന്നെ BJPയിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണമായി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു പ്രസ്ഥാനത്തെ വിഴുങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് CPMനെയാണ്. അതാണ് ബംഗാളിൽ കണ്ടത്. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മുഖ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായി BJP ആയി മാറി. അതുതന്നെ ത്രിപുരയിലും സംഭവിച്ചു. ത്രിപുരയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന CPMന് ഏതാണ്ട് 40-42% വോട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് BJP ജയിച്ചത്. പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴേക്കും CPMനുണ്ടായിരുന്ന വോട്ട് ശതമാനം പൂർണ്ണമായി ഇല്ലാതെയായിപ്പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ CPM പൂർണ്ണമായി BJP ആയി മാറുന്ന ഒരു സ്ഥിതിയാണ് ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ്, ഒരു ദൃഷ്ടാന്തമായിട്ടാണ് രാജേന്ദ്രൻ്റെ പോക്കിനെയൊക്കെ ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ ഈ കാര്യത്തിൽ M.M. മണി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂമാലയിട്ട് സ്വീകരിച്ച രാജേന്ദ്രൻ ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതിന് ശ്രീമാൻ M.M. മണി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയും എന്ന് ഞാൻ കരുതുകയാണ്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു രണ്ട് പ്രതികളുടെയും പെരുമാറ്റം. കാലിന് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. രാവിലെ തെളിവെടുപ്പിനായിട്ട് വിഷ്ണുവിനെ നിതീഷിനെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ മോഷ്ടിച്ച് എവിടെ നിന്നാണെന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. നിതീഷിനെ കഴിഞ്ഞ ദിവസം കുഴിമന്തിയ സമയത്ത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അറിയത്തില്ല. ഒരു പ്രദേശവാസികളുടെ 9 മാസത്തോടെ താമസിച്ചിട്ട് എന്തെങ്കിലും ഇല്ല, പ്രദേശവാസികൾക്കൊന്നും ആരെയും തന്നെ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഈ വീട് എപ്പോഴും അടഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇതുവഴി പോകുന്നവർക്കാണേലും പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ അവിടെ താമസം ഉണ്ടെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തില്ല. തെളിവെടുപ്പിനിടെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം. കൊലപാതകം നടത്തിയത് നിതീഷാണെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ കൂടെ നിർത്തുകയായിരുന്നുവെന്നുമാണ് വിഷ്ണുവിന്റെ മൊഴി. വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. കാലിന്റെ പരിക്ക് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കട്ടപ്പന SHO N. സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെയുമായി തെളിവെടുപ്പ് നടത്തിയത്. നിതീഷിന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് ശ്രമം. വിജയനെ മറവ് ചെയ്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സമീപത്തെ സ്ഥലത്തു നിന്നും ഇരുവരും ചേർന്ന മണൽ മോഷ്ടിച്ചിരുന്നു. ഇവിടെയും സിമന്റ് മോഷ്ടിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തി. നാടിനെ നടുക്കിയ കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ ഇരു പ്രതികളെയും ഒരുമിച്ചെത്തിച്ച് കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നതിനിടെ നാടകീയ രംഗങ്ങൾ. പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു രണ്ടുപേരുടെയും പെരുമാറ്റം. മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ചത്. കക്കാട്ടുകടയിലെ വീട്ടിൽ തെളിവെടുപ്പിനിടെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു രണ്ട് പ്രതികളുടെയും പെരുമാറ്റം. ആദ്യഘട്ടത്തിൽ നിതീഷിനെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിലും കാലൊടിഞ്ഞ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വിജയന്റെ മകൻ വിഷ്ണുവിനെ സംഭവസ്ഥലത്തെത്തിച്ച് ചോദ്യം ചെയ്യാനായിരുന്നില്ല. നിതീഷിനൊപ്പം വിഷ്ണുവിനെയും ഇവിടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതകം നടന്ന രീതി വിഷ്ണു പോലീസിനോട് വിവരിച്ചു. കൊലപാതകം നടന്ന ദിവസം ഹാളിൽ ഇരിക്കുമ്പോൾ വീട്ടുസാധനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഭക്ഷണം ഉണ്ടാക്കാനാവില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും ജോലിക്ക് പോയി കഴിക്കാൻ വല്ലതും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലി പ്രകോപിതനായ നിതീഷ് ഉടുപ്പിന്റെ കഴുത്തുകൂട്ടി കുത്തിപ്പിടിച്ച വിജയനെ തറയിൽ വലിച്ചിട്ടു. ഇവിടെ കിടന്ന വിജയന്റെ ചെവിക്ക് മുകളിലായി തലയുടെ വശത്ത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. അടികൊണ്ട് നിലവിളിച്ച വിജയൻ വൈകാതെ ബോധരഹിതനായി. ഈ സമയം കട്ടപ്പനയിൽ നിന്നും ഓട്ടോറിക്ഷ വിളിച്ചെത്തിയപ്പോഴേക്കും വിജയൻ മരിച്ചിരുന്നു. കസേരയിൽ കയറ്റിയിരുത്തിയ വിജയന്റെ മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യുന്നതിനായി വീടിന്റെ ഒരു മുറിയിൽ 3.5 അടിയോളം വലിപ്പത്തിൽ കുഴിയെടുത്തു. പിന്നീട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ കസേരയോടെ കുഴിയിലിട്ടു. പിന്നീട് കസേരയെടുത്ത് മാറ്റി ചെറിയ കുഴിയിൽ തൂമ്പയും കമ്പിയും ഉപയോഗിച്ച മൃതദേഹം ഇടിച്ച് ഒതുക്കി. തുടർന്ന് നിതീഷ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും വിഷ്ണു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇനി മൂന്നാം പ്രതിയായ സുമിയെയും മകളെയും ഇവിടെ എത്തിക്കുമെന്നാണ് വിവരം. ഇവരുടെയെല്ലാം മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നതിനാൽ മൂവരെയും പരസ്പരം കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 47%. ഇത്തവണ വേനൽമഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും.
മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേനലിന്റെ ആരംഭത്തിൽ തന്നെ സംസ്ഥാനത്ത് കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റിവരണ്ടു. പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് കുറഞ്ഞതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇടുക്കി അടക്കമുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് 50% താഴെയെത്തി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 47%. പമ്പ അണക്കെട്ടിൽ 52%, ഷോളയാർ, ഇടമലയാർ എന്നിവിടങ്ങളിൽ 49%, പൊന്മുടിയിൽ 37%മാണ് ജലനിരപ്പ്. സംസ്ഥാനം വൈദ്യുത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ അവസ്ഥ തുടർന്നാൽ വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും. ഈ സാഹചര്യം കണക്കിലെടുത്ത് വിവിധ സർക്കാർ വകുപ്പുകൾ നൽകാനുള്ള വൈദ്യുതി ബിൽ കുടിശ്ശിക തിരിച്ചു പിടിക്കുന്നതിനുള്ള നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. 3000 കോടിയോളം രൂപ കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ട്. ഇതിൽ 2000 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ മാത്രമാണ്. വേനൽമഴ കാര്യമായി കിട്ടിയില്ലെങ്കിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനം വലിയ പ്രതിസന്ധി നേരിടും. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അടിമാലി മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ്. ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാങ്കുളം പേമരം വളവിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ട സ്ഥലം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനവും റോഡിന്റെ ഭൂപ്രകൃതിയുമെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്നും സമീപവാസികളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വഴിയിലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു, എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും. വഴിയിൽ കുത്തനെ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ്. നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ്. അപ്പോൾ അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ. അങ്ങനെ ഒരു സൈഡിലേക്കും വണ്ടി വീല് പൊങ്ങിയിട്ട് ബാരിക്കേഡിലിടിച്ച് താഴത്തേക്ക് മറിഞ്ഞാത്താണ് കാണുന്നത്. ഈ നാട്ടുകാർ റോഡ് നിർമ്മാണത്തിലുണ്ടായ ഒരു അപാകത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അപകടം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? റോഡ് നിർമ്മാണത്തിൽ ബാരിക്കേഡിൻ്റെ തട്ടിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പിച്ചാൽ ചെറിയൊരു അപകടമുള്ളതായിട്ട് തോന്നുന്നു, കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട്. വലിയ വളവാണല്ലേ? വലിയ വളവാണ്. അപ്പോൾ ആ വളവ് മുന്നിൽ കാഴ്ച കാണുന്ന വിധത്തിൽ ആ ഒരു മല പോലെയുള്ള വശം കുറച്ച് ഇടിച്ച് മാറ്റിയിട്ട് റോഡിൽ കുറച്ചും കൂടി വിഷ്ണു കിട്ടുന്ന രീതിയിലേക്ക് മാറ്റി പണിയേണ്ടി വരും. അതാണ് തോന്നുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനോ വല്ലതും ഉണ്ടോ? ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ ആ സൈൻ ബോർഡുകളും മറ്റേ റംബ് സ്ട്രിപ്സ് പോലത്തെ അതൊക്കെ സ്ഥാപിക്കണം. അപ്പോൾ ഇനി ഒരു കമ്പൈൻഡ് ഇൻസ്പെക്ഷൻ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. 10ലധികം തവണ പേമരം വളവിൽ മാത്രം മുമ്പ് അപകടമുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 14 പേരുമായി വന്ന ട്രാവലർ അപകടം തടയാൻ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറുകൾ തകർത്താണ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. റോഡിൽ അപായ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഒരു 10ാമത്തെ ട്രാവലറാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഈ വന്ന് മറിഞ്ഞത്. അപ്പോൾ ആദ്യമൊക്കെ ഈ വളവ് നൂർത്തായിരുന്നെങ്കിൽ ഇത് കുഴപ്പം ഇത്ര അപകടം സംഭവിക്കില്ലായിരുന്നു. ഇവിടെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിന്നെ ഇത് ഇത്ര വളവുണ്ടെന്നൊന്നും അറിയിച്ചില്ലല്ലോ. അതാണ് കൂടുതൽ അപകടം നടക്കുന്നത്. അപകട വളവ് ഒഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്നും പകരം മണ്ണെടുത്ത് നീക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വീടിന് സുരക്ഷ ഉറപ്പാക്കിയാൽ മതിയെന്നറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പണി പൂർത്തിയാക്കി 7 മാസമായിട്ടും ഗുണഭോക്താവിന് അവസാന ഗഡു ഫണ്ട് ലഭിച്ചില്ലെന്ന് പരാതി. കണ്ണമ്പടി കിഴുകാനം മരുതുമൂട്ടിൽ MR മനുവിനാണ് 60,000 രൂപ ലഭിക്കാനുള്ളത്. 2021 മനുവിന് വീട് അനുവദിച്ചത്. 6 ലക്ഷം രൂപയാണ് പദ്ധതി വഴി മനുവിന് ലഭിക്കേണ്ടത്. പണി തുടങ്ങി ഓരോ ഘട്ടവും പൂർത്തിയായപ്പോൾ ക്രമമനുസരിച്ച് 4 ഗഡുവും കൃത്യമായി മനുവിന്റെ പേരിൽ ഉപ്പുതറ ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിൽ എത്തി. 2023 ജൂലൈയിൽ വീട് പണി പൂർത്തിയാക്കി എല്ലാ രേഖകളും പഞ്ചായത്തിൽ നൽകിയിരുന്നു. എന്നാൽ അവസാന ഗഡുവായ പണം അക്കൗണ്ടിൽ എത്തിയില്ല. പലതവണ പഞ്ചായത്ത് ഓഫീസിൽ തിരക്കിയെങ്കിലും ഉടൻ അക്കൗണ്ടിൽ പണം എത്തുമെന്ന മറുപടിയാണ് ലഭിച്ചത്. കഴിഞ്ഞ 11 പഞ്ചായത്തിൽ തിരക്കിയപ്പോഴാണ് 2023 ഓഗസ്റ്റ് 10 മുഴുവൻ തുകയും നൽകിയെന്ന റിപ്പോർട്ടോടെ ഫയൽ തീർപ്പാക്കിയതായി മനു അറിയുന്നത്. തുടർന്ന് ബാങ്കിൽ നിന്നും മിനി സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് നൽകുകയും ചെയ്തു. അക്കൗണ്ട് നമ്പറിൽ വന്ന സാങ്കേതിക തകരാറാണെന്നും ഉടൻ പണം അക്കൗണ്ടിൽ കയറുമെന്നുമാണ് അധികൃതർ പിന്നീട് പറഞ്ഞത്. ഇതോടെ പഞ്ചായത്ത് ഡയറക്ടർ, പട്ടികവർഗ വികസന ഓഫീസർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് മനു പറഞ്ഞു.
എനിക്ക് ലൈഫിൻ്റെ ഭവന പദ്ധതി പ്രകാരം വീട് കിട്ടിയിരുന്നു. അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കിയിട്ട് പഞ്ചായത്തിലോട്ട് അപേക്ഷ വെച്ചത് പ്രകാരം പൈസ അക്കൗണ്ടിൽ കയറാത്തതിനാൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പം അവർ പറയുന്നത് പഞ്ചായത്തിൽ ഫണ്ടില്ല, അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ജനുവരി മാസം പോലും അവർ പറഞ്ഞത്. ഞങ്ങൾ നിരന്തരം ഇതിനു വേണ്ടി നടക്കുകയാണ് പഞ്ചായത്തിൽ. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അതായത് 10/8/2023 നിങ്ങളുടെ സംഭവം, നിങ്ങൾ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ റിപ്പോർട്ട് ബുക്ക് എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് അവർ കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതും പ്രകാരം ഞാൻ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്ന് മേധാവികളെ കാണിച്ചപ്പം അവർ പറഞ്ഞ് എന്തോ പറ്റി, അവരുടെ കയ്യിൽ എന്തോ ഭാഗപ്പുഴ പറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരുടെ ഈ ഭാഗപ്പുഴ പറ്റിയത് എൻ്റെ ഈ 10/8/2023 ഇവർ എൻ്റെ പേര് ഞാൻ കൈപ്പറ്റിയെന്നും പറഞ്ഞ് എഴുതി വെച്ച പൈസ ഇവർ മറിച്ചതാണോ അല്ലയോ എന്നും അറിയണം. ഇവരെൻ്റെ പണം മറിച്ചതാണ്, എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഇവർ 10/8/2023 എന്തിനെൻ്റെ പേര് ഞാൻ പൈസ കംപ്ലീറ്റ് ചെയ്യുന്നവർ ആ റിപ്പോർട്ട് ബുക്ക് എഴുതി വെക്കണം. അപ്പോൾ എനിക്ക് ഇതിനെതിരെ നടപടി, എൻ്റെ 60,000 രൂപ കിട്ടണം. 7 മാസം മുന്നേ പൈസ ഞാൻ എടുത്തെന്നും പറഞ്ഞാണ് ഇവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ പൈസ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അധികാരികൾ അതിൻ്റെ പലിശ മുഖേന എനിക്ക് ഇത്ര നാളത്തെ പൈസ തരികയും വേണം. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കും മറ്റുള്ള ഇവിടെയുള്ള സാധാരണക്കാരായ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലെന്നോർത്തായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനിടെ ലൈഫ് പദ്ധതിയിൽ 2022 നിർമ്മാണം പൂർത്തിയാക്കിയ കൂവലേറ്റം പാലപ്പള്ളിൽ ഓമന ദിലീപിനും അവസാന ഗഡു 40,000 രൂപ ലഭിച്ചില്ല. വികലാംഗനായ ദിലീപും ഓമനയും പണം പലിശയ്ക്ക് വാങ്ങിയാണ് വീട് പണി പൂർത്തിയാക്കിയത്. ഓമനയുടെ പേരിലുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ തുക കയറിയിട്ടുണ്ടാകാമെന്നാണ് ഗ്രാമസേവകൻ നൽകിയ മറുപടി. തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോകുകയും ചെയ്തു. പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. ഇവരുടെ ഉപ്പുതറ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് മാത്രമാണുള്ളത്. ഈ അക്കൗണ്ടിൽ ഇതുവരെ പണം കയറിയിട്ടില്ല. ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ പണം ലഭിക്കാനുള്ളത്. അടിമാലിയിൽ ഹെറോയിനുമായി 2 അയൽ സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. അടിമാലി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്. പെരുമ്പാവൂരിൽ നിന്നാണ് ഹെറോയിൻ പ്രതികൾ വാങ്ങിയതെന്നാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ ഷാക്കിർ ഹുസൈൻ, ബിസ്വജിത് ദാസ് എന്നിവരെയാണ് അടിമാലി എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ പക്കൽ നിന്നും 125 മില്ലിഗ്രാം ഹെറോയിൻ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. 2 കേസുകളിലായിട്ടാണ് ഹെറോയിൻ പിടിച്ചെടുത്തിട്ടുള്ളത്. അടിമാലി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൗണിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടികൂടിയത്. പെരുമ്പാവൂരിൽ നിന്നാണ് ഹെറോയിൻ പ്രതികൾ വാങ്ങിയതെന്നാണ് എക്സൈസ് സംഘം നൽകുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് സംഘം കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് കവിദാസ്, ഡ്രൈവർ ശരത് SP എന്നിവരും പങ്കെടുത്തു. രാജാക്കാട് 17 ലിറ്റർ വാറ്റുചാരായവും 400 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടികൂടി. രാജാക്കാട് കച്ചറപ്പാലം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വാറ്റുപകരണങ്ങളടക്കം പിടികൂടിയത്. സംഭവത്തിൽ കച്ചറപ്പാലം കൊല്ലിയിൽ സജീവന്റെ പേരിൽ എക്സൈസ് കേസെടുത്തു. ഓടി രക്ഷപ്പെട്ട പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വാറ്റുപകരണങ്ങളും വാറ്റുചാരായവും പിടികൂടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. കട്ടപ്പന, ഇരട്ടയാർ, വെള്ളയാങ്കുടി എന്നിവിടങ്ങളിലാണ് ടൗൺ ചുറ്റി റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കട്ടപ്പന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ റൂട്ട് മാർച്ച് നടത്തിയത്. DYSP PV ബേബി നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നൽകുന്നതിനും നിർഭയമായി സമാധാന അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുമുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ഇരട്ടയാർ, വെള്ളയാങ്കുടി എന്നിവിടങ്ങളിലും കട്ടപ്പന നഗരത്തിലുമായിരുന്നു റൂട്ട് മാർച്ച്. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിന് പോലീസ് സേന നിർഭയമായി വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനുള്ള സജ്ജമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിനും അവർക്കൊരു സുരക്ഷ, പോലീസിൻ്റെ ഒരു സുരക്ഷ ഉണ്ടാവും. നിർഭയമായി അവർക്ക് വോട്ട് ചെയ്യാം. യാതൊരു ഇടപെടലുമില്ലാതെ അവർക്ക് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കാമെന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും തങ്കമണിയിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള CSFന്റെ ഒരു പ്ലട്ടൂൺ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഇന്നിവിടെ
ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ വിവിധ സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. കട്ടപ്പന ഇടുക്കിക്കവലിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സെൻട്രൽ ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് വഴി പോലീസ് സ്റ്റേഷനിൽ സമാപിച്ചു. തങ്കമണി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി UDF കട്ടപ്പനയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. AICC അംഗം DM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇടുക്കി ജില്ല ശക്തമായ മത്സര പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധയിടങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതേ തുടർന്നാണ് UDF കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഒരു രാജ്യത്തിലെയും അതിന്റെ പ്രധാനമന്ത്രിയെയും ഉത്തരവാദിത്വം. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുക, രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക. ജാതിയുടെ അടിസ്ഥാനത്തിലും ഭാഷയുടെ അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ച രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം, രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് വടക്കിഴക്കൻ പ്രദേശത്തുള്ള മണിപ്പൂർ കത്തിയെറിയുകയാണ് കഴിഞ്ഞ 4 മാസക്കാലമായി. തിരിഞ്ഞു നോക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല, കേന്ദ്ര ഭരണകൂടമില്ല. എല്ലാവരെയും ഒരുമിക്കേണ്ട പ്രധാനമന്ത്രി സമാധാനം വേണമെന്ന് പോലും പറയുന്നില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരെയൊക്കെ പിരിച്ചുവിട്ട് തങ്ങളുടേതായ ഒരു ഏകാധിപത്യ രാജ്യമുണ്ടാക്കാനാണ് മോഡിയെ കൂട്ടൽ ശ്രമിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി തോമസ് രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KJ ബെന്നി, അഡ്വക്കേറ്റ് തോമസ് പെരുമന, ബീന ടോമി, ജോയി കുടക്കച്ചിറ, ജോയി അണിത്തോട്ടം, ഫിലിപ്പ് മലയാറ്റ്, സിബി പാറപ്പായി, പ്രശാന്ത് രാജു, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, AM സന്തോഷ്, KS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അയ്യപ്പൻകോവിലിൽ മേഖലാ കൺവെൻഷൻ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KT ബിനു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അയ്യപ്പൻകോവിലിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ രാജ്യസഭാ MPയും AICC അംഗവും വരെ മത്സരരംഗത്ത് വരുന്നത് BJPയെ സഹായിക്കാനാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KT ബിനു പറഞ്ഞു. കഴിഞ്ഞ വർഷം കേരളത്തിൽ 18-19 സീറ്റും UDF നേടി. അവർ ഇടുക്കിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായി ഒന്നാം ലക്ഷം. അതിനകത്ത് നിങ്ങൾ എത്ര പ്രസംഗിച്ചാലും നമ്മളെല്ലാവരും എത്ര പ്രസംഗിച്ചാലും 1 ലക്ഷം വോട്ട് തിരിച്ചടിക്കാൻ കഴിയും. എന്നാൽ ഞങ്ങൾ 75,000 വോട്ട് നേടി. പിന്നെ എന്തിനാണ് ഞങ്ങൾ മത്സരത്തിൽ ചോദിച്ച് നമ്മുടെ പ്രവർത്തകരെയും നമ്മുടെ പാർട്ടി നേതാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതാക്കളെയും പ്രജാസംഘടനയുടെ പരിശ്രമവും മലയാള മനോരമയും മാതൃഭൂമിയും മംഗളവും ചാനലുമെല്ലാം നേരം വെളുപ്പിക്കാൻ തന്നെ ആരംഭിക്കുകയാണ്. അവർ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി അതനുസരിച്ച് നിലപാടുകൾ സ്വീകരിച്ച് കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കാൻ പ്രവർത്തിച്ചതിൽ നമ്മൾ അവരുടെ. യോഗത്തിൽ LDF നേതാവ് മനു K ജോൺ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം ജോസ് ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ രാജൻ നീർണാകുന്നേൽ, CPI മണ്ഡലം സെക്രട്ടറി VR ശശി, KJ ജോസഫ്, AL ബാബു, അഭിലാഷ് മാത്യു, P ഗോപി, ജെയ്മോൾ ജോൺസൺ, ജോമോൻ വെട്ടിക്കാല, സുമോദ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച ഇലക്ഷൻ കമ്മിറ്റിക്കും രൂപം നൽകി. രണ്ടാമത് ഇടുക്കി രൂപതാതല കാൽനട കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി എഴുകുമ്പയിൽ കുരിശുമലയിൽ മാർച്ച് 22-ന് 40-ാം വെള്ളി ആചരണം നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ 40-ാം വെള്ളി സന്ദേശം നൽകും. ക്രിസ്തുവിന്റെ പീഡാനുഭവ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നാളുകളാണ് ക്രൈസ്തവർക്ക് വലിയ നോമ്പുകാലം. 50 ദിവസത്തെ നോമ്പും ഉപവാസവും പരിഹാര പ്രവർത്തനങ്ങളും വഴി വിശ്വാസികൾ തങ്ങളുടെ കുറവുകൾ പരിഹരിക്കുകയും ആത്മീയ ഊർജ്ജം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ നോമ്പിനോടനുബന്ധിച്ച് ഇടുക്കി രൂപതയുടെ രണ്ടാമത്തെ കാൽനട കുരിശുമല തീർത്ഥാടനം 22-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. ഹൈറേഞ്ചിലെ പ്രസിദ്ധ കുരിശുമലയായ എഴുകുംവയലിലേക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും.
4 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഈ വർഷം കാൽനട തീർത്ഥാടനം ആരംഭിക്കുന്നത്. പാണ്ടിപ്പാറ, വെള്ളയാങ്കുടി, ഉദയഗിരി, തോപ്രാങ്കുടി എന്നിവിടങ്ങളിൽ നിന്നുമാണ് തീർത്ഥാടനം തുടങ്ങുക. രാവിലെ 8:30 എല്ലാ തീർത്ഥാടനങ്ങളും വെട്ടിക്കാമറ്റം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് സംയുക്തമായി എഴുകുംവയലിലേക്ക് നീങ്ങും. 9 മണിക്ക് മലയടിവാരത്തുള്ള കപ്പേളിയിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശിന്റെ വഴിയായി മല കയറും. കാൽനടയായി എത്തിച്ചേരാൻ സാധിക്കാത്തവർ വാഹനങ്ങളിൽ എഴുകുംവയലിലെത്തി പിതാവിനോടൊപ്പം കുരിശുമല കയറ്റത്തിൽ സംബന്ധിക്കും. 40ാം വെള്ളിയാഴ്ച രൂപതയുടെ തീർത്ഥാടന ദിനമായാണ് ആചരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇത് ഇടുക്കി രൂപത നടത്തുന്ന 2ാമത്തെ കാൽനട തീർത്ഥാടനമാണ്. കഴിഞ്ഞ വർഷം പാണ്ടിപ്പാറയിൽ നിന്നും അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കാൽനടയായി മലയടിവാരത്തിൽ വരികയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളോടും ചേർന്ന് മല കയറുകയും ചെയ്തു. ഇക്കൊല്ലം പലതുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് 22-ാം തീയതി നടക്കുന്ന ഈ തീർത്ഥാടനം. 4 സെൻറ്ററുകളിൽ നിന്നാണ് ഈ പ്രാവശ്യം കുരിശുമലയ്ക്ക് കാൽനട യാത്ര നടത്തുക. വെളുപ്പിന് 4:30 മണിക്ക് പാണ്ടിപ്പാറയിൽ നിന്നും അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ പാണ്ടിപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര, അതിനോട് ചേർന്ന് 7 മണിക്ക് വെള്ളയാങ്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര, 5:30 മണിക്ക് തോപ്രാങ്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര, 6:30 മണിക്ക് ഉദയഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര, ഇവയെല്ലാം കൂടി വെട്ടിക്കാമറ്റം കവലയിൽ രാവിലെ 8:30 സന്ധിക്കും. അവിടെ നിന്ന് സംയുക്തമായി ഈ തീർത്ഥാടകരെല്ലാം മലയടിവാരത്തിലേക്ക് വരും. മലയടിവാരത്തിൽ 9 മണിക്ക് പ്രാരംഭ പ്രാർത്ഥനകൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും എല്ലാവരും കൂടി മല കയറുന്നത് കുരിശിൻ്റെ വഴിയിലേക്കൊണ്ട്. പകലും രാത്രി മുഴുവനും വിശ്വാസികൾക്ക് മല കയറി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. മലമുകളിൽ സമാപന ആശീർവാദവും 40ാം വെള്ളിയുടെ സന്ദേശവും ഇടുക്കി രൂപതാമിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നൽകും. തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിക്കും. തീർത്ഥാടകരായി എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി, ഫാദർ ജിൻസ് കാരക്കാട്ട്, സുനിൽ ഈഴക്കുന്നേൽ, സണ്ണി ഇട്ടിമാണിയിൽ, ജോയി കൊച്ചടിവാരം എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച UDFന്റെ നേതൃത്വത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു. UDF ഇരട്ടയാർ മണ്ഡലം കൺവീനർ ഷാജി മടത്തുമുറി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ഫണ്ട് യഥാസമയത്ത് അനുവദിക്കാത്തതിലും പൂർത്തീകരിച്ച വർക്കുകളുടെ ബില്ല് മാറി നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. UDF ഇരട്ടയാർ മണ്ഡലം കൺവീനർ ഷാജി മടത്തുമുറി ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതേ സ്ഥിതിവിശേഷമാണുള്ളത്. അനുവദിച്ച പദ്ധതി തുകകൾ പോലും യഥാസമയം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഗവൺമെൻറ് വലിയ സാമ്പത്തിക ഒരു അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്. അനാവശ്യമായ ധൂർത്തും മറ്റ് ആഡംബരവും നടത്തി ഇവിടുത്തെ സംസ്ഥാനത്തെ ഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ OT ജോൺ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി ഇലിപ്പുലിക്കാട്ട്, ജോസ് തച്ചാപ്പറമ്പിൽ, ജോസുകുട്ടി അരീപ്പറമ്പിൽ, രതീഷ് ആലേപ്പുരയ്ക്കൽ, തോമസ് കടൂത്താഴെ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന AE ഓഫീസിന് മുമ്പിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കട്ടപ്പന ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്തരവ് കത്തിക്കലും ധർണയും സംഘടിപ്പിച്ചത്. 21% DA കുടിശ്ശിക ഉള്ളപ്പോഴാണ് 2% മുൻകാല പ്രാബല്യം ഇല്ലാതെ നൽകി ജീവനക്കാരെ വഞ്ചിച്ചിരിക്കുന്നത്. 39 മാസത്തെ ക്ഷാമബത്ത കുടിശ്ശിക കവർന്നെടുത്തിരിക്കുന്നു. 2021 ശേഷം വിരമിച്ചവർക്ക് ക്ഷാമബത്തയില്ല. മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫിനും A-ക്ലാസ് ജീവനക്കാർക്ക് മാത്രം മുൻകാല പ്രാബല്യവും മുന്തിയ പരിഗണനയും DAയിൽ അനുവദിച്ചതിലൂടെ ഭൂരിപക്ഷം വരുന്ന മറ്റ് ജീവനക്കാരെ അവഗണിക്കുകയാണ്. കട്ടപ്പന AE ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 2021 ജനുവരിക്ക് ശേഷം 2024 ജനുവരി ആകുമ്പോൾ ജീവനക്കാരന് ലഭിക്കേണ്ട DA കുടിശ്ശികയിൽ 2% മാത്രം അനുവദിച്ച 12/3/2024 ഉത്തരവ് പിൻവലിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇന്ന് മുന്നോട്ട് വെക്കുന്ന ആശയം. ഇഷ്ടക്കാർക്കെല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ട് കോളേജ് അധ്യാപകർക്ക് 14% DA കൊടുക്കുന്നതായിട്ടുള്ള സാഹചര്യം കണ്ടു. വരേണ്യ വിഭാഗമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് 46% അവരുടെ DA എന്ന് പറയുന്നത്.
സർക്കാർ ജീവനക്കാർക്ക്, അധ്യാപകർക്ക് 2% DA എന്നുള്ള അവസ്ഥയിലേക്ക് ഈ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കട്ടപ്പന സബ് ജില്ലാ സെക്രട്ടറി സെൽവരാജ് എസ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോബിൻ കെ കളത്തിക്കാട്ടിൽ, ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ, കട്ടപ്പന ഉപജില്ലാ ട്രഷറർ ബിൻസ് ദേവസ്യ, കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സതീഷ് വർക്കി, സെക്രട്ടറി ആനന്ദ് എ കോട്ടിരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ് കെ ജോൺ, ജോയിന്റ് സെക്രട്ടറിമാരായ അനീഷ് ആനന്ദ്, ബിജു തോമസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുൻപ് റോഡിൽ മറിഞ്ഞ വാഹനം മാറ്റാൻ നടപടി സ്വീകരിക്കാതെ അധികൃതർ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന പാറക്കടവിന് സമീപം ഇലവന്തിക്കൽ പടിയിൽ കൊച്ചറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മൺതിട്ടയിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞത്. പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കാർ യാത്രികരെ ആശുപത്രിയിൽ എത്തിച്ചത്. പൂർണ്ണമായും തകർന്ന കാർ ഇതുവരെ ഏറെ തിരക്കുള്ള സംസ്ഥാന പാതയിൽ നിന്നും മാറ്റാത്തതിൽ വാഹനയാത്രികരും കാൽനട യാത്രികരും പരിസരത്തെ സ്ഥാപന ഉടമകളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ പാറക്കടവിന് സമീപം ഇലവന്തിക്കൽ പടിയിൽ കൊച്ചറ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട മൺതിട്ടയിലിടിച്ച് തലകീഴായി മറിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതുമൂലം വളരെ ട്രാഫിക് ജാമാവുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വഴിയുകയും വണ്ടി നിർത്തുകയും സെൽഫി എടുക്കുന്നതും അങ്ങനെ പല പ്രശ്നങ്ങളാണ്. ഇതൊരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആയതും കൂടെ വളരെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അത് കാരണം ഈ വാഹനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വേണ്ടപ്പെട്ട അധികാരികൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അപകടം നടന്ന സ്ഥലത്തിന് സമീപം അപകട സാധ്യതാ മേഖല എന്ന സൂചനാ ബോർഡ് നിലവിലുള്ളതാണ്. ഇതിന് താഴെയാണ് അധികൃതരുടെ അനാസ്ഥയാൽ ദിവസങ്ങളായി മറിഞ്ഞ വാഹനം ഗതാഗത തടസ്സം സൃഷ്ടിച്ച റോഡരികിൽ കിടക്കുന്നത്. വണ്ടിപ്പെരിയാർ മ്ലാമല ലാൻഡ്രം പഴയ പാമ്പന റോഡ് നിർമ്മാണം PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം പിന്നിടുമ്പോഴും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ 4.25 കിലോമീറ്റർ ദൂരം നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നതായി പരാതി. കഴിഞ്ഞ 8 മാസമായി റോഡിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. PMGSY പദ്ധതി പ്രകാരം ഒരു നിർമ്മാണം തുടങ്ങിയാൽ 1 വർഷത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് നിബന്ധന. എന്നാൽ മാസങ്ങളായി ഈ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലുമായി. കാൽനട യാത്ര പോലും ദുഷ്കരമായ ഈ അവസ്ഥയിൽ റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 30-ാം തീയതി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പീരുമേട് LR തഹസിൽദാർ, എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെയും പൊതുജനങ്ങളുടെയും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന KHA കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികളുമായി ചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. തുടർന്ന് റിപ്പോർട്ട് കളക്ടറേറ്റിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും റോഡിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി ഇത് 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ പണി പുനരാരംഭിക്കുമെന്നും ഞങ്ങളെ അറിയിച്ചതാണ്. പക്ഷേ നാളെ ഇതുവരെയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കളക്ടർ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ഒരാഗ്രഹമുണ്ട്. ഇതിന് ഇടപെടണം. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നഷ്ടവും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് ഉണ്ടായിട്ടില്ലെന്ന കളക്ടറേറ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ ഇരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ അധികൃതർ ഇടപെട്ട് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഞ്ചാർ മേപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പുണർദം തിരുനാൾ മഹോത്സവം നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ ഘോഷയാത്രയും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പുണർദം തിരുനാൾ മഹോത്സവം 2024 മാർച്ച് 17-നാണ് ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പാല തേവണംകുട്ടില്ലം നാരായണൻ പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വൈഷ്ണവമഠം മധുസൂദനൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. വേദമന്ത്ര തന്ത്രങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും തിരു എഴുന്നള്ളത്തുകളുടെയും 3 ദിനരാത്രങ്ങളാണ് കടന്നുപോയത്. ഉത്സവത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും നടന്നു. ഈ മഹാഘോഷയാത്ര നെല്ലിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ ക്ഷേത്ര ഉപക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് മേപ്പാറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചിരിക്കുകയാണ്. ഈ ഘോഷയാത്രയ്ക്ക് വഴിയോരങ്ങളിൽ നല്ല സ്വീകരണങ്ങൾ നൽകിയ എല്ലാ വിഭാഗം ജനങ്ങളോടും, പ്രത്യേകിച്ച് മേപ്പാറയിലെ ലൂർദ് മാതാ ചർച്ച്
ഇടവക അംഗങ്ങളോടും ക്ഷേത്ര കമ്മിറ്റിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നൃത്ത സന്ധ്യയും നാടകവും ഉത്സവത്തിന് മാറ്റുകൂട്ടി. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും പുറമെ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക്, നാഴിയെണ്ണ, മഹാപ്രസാദമുട്ട എന്നിവയും നടന്നു. കാമാക്ഷി പാറക്കടവ് അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനപ്പൂര മഹോത്സവത്തിന് കൊടിയേറി. 5 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പാറക്കടവ് അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിൽ മാർച്ച് 19 മുതൽ 23 വരെ 5 ദിവസങ്ങളിലായാണ് മീനപ്പൂര മഹോത്സവം നടക്കുന്നത്. ശ്രീരാം സേവ ഭജന മന്ദിരത്തിൽ നിന്നും കൊടിക്കൂറ ക്ഷേത്രത്തിൽ എത്തിച്ചതിനു ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. മാർച്ച് 20 ബുധനാഴ്ച കാര്യസിദ്ധി പൂജ, 21 തീയതി വ്യാഴാഴ്ച കലശാഭിഷേകം, ശനീശ്വര പൂജ, ആയില്യപൂജ, 22 പൊങ്കാല, ഉത്സവ ബലിദർശനം, മെഗാ തിരുവാതിര, കലാസന്ധ്യ, 23 കാമാക്ഷി അന്നപൂർണേശ്വരി നഗറിൽ നിന്നും താലപ്പൊലി കാവടി ഘോഷയാത്ര, തുടർന്ന് ഗാനമേള എന്നിവയും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് VB സോജു ശാന്തി, സെക്രട്ടറി KS പ്രസാദ്, വൈസ് പ്രസിഡന്റ് K സുരേഷ്, യൂണിയൻ കമ്മിറ്റി അംഗം അനൂപ് കുമാർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മാലിന്യ സംസ്കരണത്തിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും മലിനീകരണത്തിന്റെ തോത് കുറയുന്നില്ലെന്ന് ആക്ഷേപം. ഇതിന് ഉദാഹരണമാണ് ഉപ്പുതറ അടക്കമുള്ള മേഖലകളിലെ മാലിന്യ നിക്ഷേപം. ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ച് രാത്രിയുടെ മറവിലാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും വലിച്ചെറിയലിനുമെതിരായി വിവിധങ്ങളായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾ തോറും നടപ്പിലാക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമടക്കം നടക്കുമ്പോഴും മറുഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുകയാണ്. ജലസ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് മിക്കയിടങ്ങളിലും മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഇതോടെ ഉപ്പുതറ അടക്കമുള്ള മേഖലകളിലെ നീർച്ചാലുകളും കൈത്തോടുകളും മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു. ഉപ്പുതറ തവാരണ തോടിപ്പോൾ മാലിന്യവാഹിനിയായി മാറിക്കഴിഞ്ഞു. രാത്രിയുടെ മറവിൽ പാലത്തിൽ നിന്നും പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതാണ് പതിവ്. ഇതോടെ വലിയ തോതിലാണ് മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. വേനൽ കടുത്തതോടെ നേരിയ തോതിൽ മാത്രമാണ് തോട്ടിലൂടെ ഇപ്പോൾ നീരൊഴുക്കുള്ളത്. മറ്റ് ജലസ്രോതസ്സുകൾ വറ്റിയതോടെ തോട്ടിലൂടെയുള്ള വെള്ളം മലിനജലമാണെന്നറിയാതെ നിരവധി ആളുകളാണ് ഉപയോഗിക്കുന്നത്. ഇതോടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് മേഖല അഭിമുഖീകരിക്കേണ്ടത്. 50 രൂപ ഓരോ വീടുകളിൽ നിന്ന് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ തന്നെ അവർ ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് തിരിച്ച് വെക്കണമെന്നും ഒക്കെ പ്രത്യേകമായി പറയുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്നഗ്ഗി പോലെയുള്ള മാലിന്യങ്ങൾ, ഈ തോടുകളുടെ എല്ലാം ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയാണുള്ളത്. ഈ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ ഇപ്പോൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ, പെരിയാറ് പോലും വറ്റി വരണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ, തോടുകളിലൊക്കെ നേരിയ നീർച്ചാലുകൾ മാത്രമുള്ള സാഹചര്യത്തിൽ ഈ ജലം മുഴുവൻ മലിനപ്പെട്ട് ഇത് ഒഴുകി വരുന്നു. ഈ ഒഴുകി വരുന്ന മലിനജലം ഇതറിയാതെയാണ് പല ആളുകളും, ഭൂരിഭാഗം ആളുകളും ഈ വെള്ളത്തെ, പെരിയാറിലെ നദിയിലെ വെള്ളത്തെ ആശ്രയിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഉപയോഗങ്ങൾ, വീട്ടാവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ കുളിക്കുവാനും അലക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ വെള്ളം മാലിന്യം നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ വേനൽ കടുത്തിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ പടർന്നു പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഉപ്പുതറ പഞ്ചായത്തിൽ പല സ്ഥലത്തും പണ്ടത്തെ ചൂടുപനി എന്ന് പറയുന്ന രോഗം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൈത്തോട് പെരിയാറ്റിലേക്കാണ് ഒഴുകിയെത്തുക. വിവിധങ്ങളായ കുടിവെള്ള പദ്ധതികളിലേക്ക് അടക്കമാണ് ഈ മലിനജലം ഒഴുകിയെത്തുന്നത്. പ്രധാനമായും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കമാണ് ചാക്കുകെട്ടുകളിലായി നീർച്ചാലുകളിലേക്ക് തള്ളുന്നത്. ഇതിനെതിരെ ശാശ്വതമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തിനോ മറ്റ്
അധികൃതർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. പലയിടങ്ങളിലും വഴിവിളക്കുകളുടെ അഭാവം മാലിന്യ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്നുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മറ്റ് കൃഷികൾക്കൊപ്പം വിപുലമായ രീതിയിൽ കശുമാവ് കൃഷി ചെയ്തു വരുന്ന ഹൈറേഞ്ചിലെ ഒരു കർഷകനാണ് ഇടുക്കി പൂമാങ്കണ്ടം സ്വദേശി ജയകുമാർ. സാധാരണ കർഷകർ ഇടവിളയായി മാത്രം കശുമാവ് കൃഷി ചെയ്തു വരുമ്പോൾ ജയകുമാർ 2.5 ഏക്കറോളം സ്ഥലത്താണ് കശുമാവ് കൃഷി ചെയ്ത് പരിപാലിക്കുന്നത്. മറ്റു കൃഷികളെ പോലെ കൂടുതൽ സ്ഥലം നീക്കിവെച്ച് കശുമാവ് കൃഷി ചെയ്യുക അത്ര എളുപ്പമല്ല. കശുമാവ് വലിയ മരങ്ങളായതിനാലും കൂടുതൽ സ്ഥലം ഈ ഒരു കൃഷിക്കായി മാത്രം വേണമെന്നതിനാലും കശുമാവ് കൃഷി ഹൈറേഞ്ചിൽ അത്ര വിപുലമാക്കാറില്ല. ഇത്തരം പ്രതിസന്ധികളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇടുക്കി പൂമാങ്കണ്ടം കോട്ടക്കല്ലിമലയിൽ ജയകുമാർ കൃഷി ആരംഭിച്ചത്. മലമുകളിലെ 2.5 ഏക്കറിലധികം സ്ഥലത്ത് 500ഓളം കശുമാവുകളാണ് ജയകുമാർ നട്ടുപരിപാലിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 10 വർഷമായി കശുമാവ് കൃഷി ചെയ്യുന്നുണ്ട്. കശുവണ്ടി കൃഷി എനിക്ക് ലാഭകരമാണ്. മറ്റ് കൃഷികൾക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലമാണ് കശുമാവ് കൃഷിക്ക്. മുഖ്യമായിട്ടും സ്ഥലം കൂടുതൽ വേണം. വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല, നനയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ കശുമാവ് ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ലാഭകരമാണ്. കൃഷി വകുപ്പിൽ നിന്നും കാര്യമായ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കശുമാവ് കൃഷി വികസന ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് എനിക്ക് തൈയൊക്കെ കിട്ടുക. അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും കശുമാവ് ഇതേ രീതിയിൽ 10 വർഷമായിട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. 500-ലേറെ കശുമാവുണ്ട് എനിക്ക്. ഈ പുൽമേടും പാറക്കെട്ടും പിടിച്ച് കിടക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കശുമാവ് കൂടുതൽ അനുയോജ്യം. വെയിൽ കൂടുതൽ വേണം, നനയ്ക്കേണ്ട ആവശ്യമില്ല, കാറ്റ് പ്രശ്നമില്ല. അങ്ങനെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് അങ്ങനെയുള്ള സ്ഥലത്ത്. വില ഈ വർഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില കിട്ടേണ്ട സമയമാണ്. പക്ഷേ ഇപ്പോഴും ഈ ഭാഗത്തൊന്നും മാർക്കറ്റ് ആയിട്ടില്ല. വില ആർക്കും കശുമാവ് വേണ്ടി വേണ്ടാന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 75 രൂപയ്ക്ക് പോലും ഈ ഭാഗത്ത് എടുക്കുന്നില്ല. അതൊരു 100, 125 രൂപ, 150 രൂപ വില കിട്ടുവാണെങ്കിൽ കർഷകന് അത് ലാഭകരമായിരിക്കും. ഇപ്പം കശുമാവ് കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒരു മഴ പെയ്താൽ കശുവണ്ടി വേണ്ട എന്ന് പറയുകയും അതിന് കളറില്ല, അത് വേണ്ട എന്ന് പറയുകയും ഈ മാർക്കറ്റിൽ ഒരു ഇടപെടലുണ്ടാകുന്നില്ല. ആദ്യ 2 വർഷങ്ങൾ മാത്രമാണ് വെള്ളവും വളവും ഉൾപ്പെടെ കാര്യമായ പരിചരണം വേണ്ടത്. 3-ാം വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങും. കൃഷി ലാഭകരമാണെങ്കിലും കശുവണ്ടിക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നില്ലെന്നാണ് ജയകുമാർ പറയുന്നത്. കിലോയ്ക്ക് 120 രൂപ വരെ വില വന്നെങ്കിലും 80 രൂപയാണ് ഇപ്പോഴത്തെ ശരാശരി വില. കൃഷിവകുപ്പിൽ നിന്നുള്ള സഹായങ്ങളൊന്നും കശുമാവ് കൃഷിക്ക് ലഭ്യമല്ല. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നാമമാത്രമായ ചില സഹായങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. കശുവണ്ടിക്ക് തറവില നിശ്ചയിക്കുന്നതോടൊപ്പം കൃഷിവകുപ്പ് കൂടി ഇടപെട്ടാൽ കൂടുതൽ പേർ കശുമാവ് കൃഷിയിലേക്ക് കടന്നുവരുമെന്നാണ് യുവ കർഷകനായ ജയകുമാർ പറയുന്നത്. കശുവണ്ടി വികസന ഏജൻസി അധികൃതർ ജയകുമാറിന്റെ കൃഷിയിടത്തിൽ സന്ദർശനം നടത്തി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ഇത് വരുന്നത്. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാ ജില്ലയിലും കശുമാവ് കൃഷിക്ക് മുന്നോട്ടിറങ്ങുന്ന കർഷകരെ നമ്മൾ കണ്ടെത്തി, പാഴായി കിടക്കുന്ന ഭൂമികളും കണ്ടെത്തി, അത്യുൽപാദന ശേഷിയുള്ള കശുമാവ് ഇനങ്ങൾ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കശുവണ്ടിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. നമ്മുടെ ഫാക്ടറികൾക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ കശുവണ്ടി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അത് പഞ്ചായത്ത് വഴിയും കൃഷിഭവൻ വഴിയും ഫാർമേഴ്സ് ക്ലബ്ബുകൾ വഴിയും കുടുംബശ്രീ അങ്ങനെയുള്ള എല്ലാ സംഘടനകളും വഴി നമ്മൾ കർഷകരെ കണ്ടെത്തും. കർഷകർക്ക് വേണ്ടുന്നുള്ള ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളും നമ്മൾ കൊടുക്കും. ഒപ്പം തന്നെ സൗജന്യമായിട്ട് തൈ കൊടുക്കുകയും അതിൻ്റെ ധനസഹായം കൊടുക്കുകയും 3 വർഷത്തേക്ക് നമ്മൾ കർഷകരോടൊപ്പം ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. 3 വർഷം കഴിഞ്ഞാലും ഉണ്ട്, എങ്കിലും അത് 3-ാമത്തെ വർഷം മുതൽ വിളവ് ലഭിക്കും. പിന്നെ കർഷകർക്ക് അതുകൊണ്ട് ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ല. ആ വിളവിൽ നിന്നുള്ള ലാഭമായിട്ട് തന്നെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ കർഷകരെ കശുമാവ് കൃഷി രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും ആവശ്യമായ തൈകളും പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും കർഷകർക്ക് ഏജൻസി നൽകി വരുന്നതായും ഫീൽഡ് അസിസ്റ്റന്റ് ബിനുകുമാർ, നിതീഷ് എന്നിവർ അറിയിച്ചു.
വരും കാലങ്ങളിൽ കശുവണ്ടി ഇറക്കുമതി കുറയ്ക്കുന്നതോടൊപ്പം ജില്ലയിലെ കർഷകർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും അധികൃതർ വ്യക്തമാക്കി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 144, വിൽപ്പനയ്ക്ക് വന്നത് 37,452, വിൽപ്പന നടന്നത് 36,471, കൂടിയ വില 2,106, ശരാശരി വില 1,495. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1,450, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 925, കൊക്കോ 180, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,080 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തം. ദില്ലിയിലെത്തിയ എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നത്തെ CPM, നാളത്തെ BJP എന്ന ഡീൻ കുര്യാക്കോസ് MP. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ ഇരുവരുടെയും പെരുമാറ്റം പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും. കാലിന്റെ പരിക്ക് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കഴിഞ്ഞ ദിവസം. കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 47%. ഇത്തവണ വേനൽ മഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനവും പ്രതിസന്ധിയിലാകും. ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അടിമാലി മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്ന് കണ്ടെത്തൽ. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.